എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 9 ശ്ലോകം 14, 15, 16, 17, 18, 19 6 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ആ ഭസ്മമായിട്ട് കിടന്ന ആ ശരീരങ്ങളില് ആ ഗംഗാജല സ്പർശം ഉണ്ടായപ്പോ സകരപുത്രന്മാർക്ക് സ്വർഗം ലഭിച്ചു എന്ന് പറഞ്ഞു. എത്ര മഹാത്മ്യാണ് ഗംഗാനദി. ആ ഗംഗാനദിയിൽ സ്നാനം ചെയ്താൽ വ്രതത്തോടുകൂടി, ശ്രദ്ധാഭക്തി പുരസ്സരം വ്രതത്തോടുകൂടി ആരാണോ സ്നാനം ചെയ്യുന്നത് അവർക്ക് സ്വർഗം ലഭിക്കുന്നു. പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, എത്ര മഹാത്മ്യാണ്. പിന്നെ ഇതാ പറയണു ഗംഗാദേവിയുടെ മഹാത്മ്യം അടുത്ത 2 ശ്ലോകങ്ങളും കൂടി. യോന്ത പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഗംഗണപതേ നമഃ സരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 14. ഓം നമോ ഭഗവതേ വാസുദേവായ. നഹ്യേതൽ പരമാശ്ചര്യം സ്വർധുന്യാം യതിഹോദിതം അനന്തചരണാംഭോജപ്രസൂതായ ഭവച്ഛിദ. സ്വർധുന്യാഹ യത്. ഗംഗയുടെ യാതൊരു മഹാത്മ്യം ഇഹാ ഉദിതം ഈ കാര്യത്തിൽ പറയപ്പെട്ടുവോ. ഏതത് പരമാശ്ചര്യം നഹി ഇത് അത്യാശ്ചര്യമല്ല. അനന്തചരണാംഭോജ പ്രസൂതായ അപരിച്ഛിന്നനായ ഈശ്വരന്റെ ചരണപത്മത്തിൽ നിന്ന് ഉത്ഭവിച്ചതും ഭവച്ഛിത സംസാരത്തെ നശിപ്പിക്കുന്നതുമാകുന്നു. സർവത്ര പരിപൂർണനും സർവേശ്വരനുമായ ശ്രീഹരിയുടെ പാദാരവിന്ദത്തിൽ നിന്ന് ഉത്ഭവിച്ചതുകൊണ്ട് സംസാരക്ലേശത്തെ നിശേഷം നശിപ്പിച്ച് കൈവല്യം തന്നെ, അധികം പുണ്യം എന്ന് പറഞ്ഞാൽ പോരാ, അത്ര പുണ്യാണ് ഗംഗാനദിയിൽ കുളിച്ചാൽ എല്ലാ പാവങ്ങളും പോകും. ഇത്രയും യോഗ്യതയുള്ള ആ ഗംഗ സകരപുത്രന്മാരുടെ ശരീരഭസ്മ സ്പർശ മാത്രത്താൽ അവരെ സ്വർഗം പ്രാപിച്ചു എന്ന് പറഞ്ഞതില് അത്യാശ്ചര്യമൊന്നും ഒട്ടുമില്ല. പിന്നെയും പിന്നെ അത് തന്നെ പറയാണ്. ഇത്ര മഹാത്മ്യം ഗംഗാനദിക്കുള്ളത്. പുണ്യനദി അല്ലെ. സന്നിവേശമനോ യസ്മിൻ ശ്രദ്ധയാ മുനയോ മലാ ത്രൈഗുണ്യം ദുസ്ത്യജം ഹിത്വാ സദ്യോ യാഥാസ്തദാത്മതാം. അമലാമുനയ നിർമ്മലന്മാരായ മുനികൾ യസ്മിൻ യാതൊന്നിൽ ശ്രദ്ധയാ മനസ്സന്നിവേശ്യ ശ്രദ്ധാപൂർവം മനസ്സിനെ ഉറപ്പിച്ചിട്ട് ദുസ്ത്യജം ത്രൈഗുണ്യം ത്യജിക്കാൻ പ്രയാസമായ ദേഹാത്മഭാവത്തെ ഹിത്വ ഉപേക്ഷിച്ചിട്ട് സദ്യ വേഗത്തിൽ തദാത്മതാം ഹരിസ്വരൂപത്തെ യാത പ്രാപിച്ചവരായി. ആ ഭഗവാന്റെ ഹരിയുടെ ചരണാരവിന്ദത്തിൽ നിന്ന് ജനിച്ചത് കൊണ്ട് മാത്രം ഇത്ര മഹാത്മ്യം സിദ്ധിക്കോ എന്ന് വിചാരിക്കണ്ട. അതുകൊണ്ട് മാത്രം ഇത്ര മഹാത്മ്യം ഉണ്ടാവുമോ ഗംഗയ്ക്ക്? ആ ചരണാരവിന്ദങ്ങളുടെ മഹിമ ഇത്രയും വാചാം അഗോചരം എന്ന് പറഞ്ഞാലോ പറയാൻ സാധിക്കില്ല, വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ സാധിക്കില്ല. അത്ര മഹാത്മ്യാണ്. രാഗദ്വേഷാദി ദോഷങ്ങളൊന്നുമില്ലാത്ത ആ പരിശുദ്ധ അന്ധക്കരണന്മാരായ മുനിമാര് അവര് ഈ ഭഗവാന്റെ പാദാരവിന്ദങ്ങളില് മനസ്സിനെ ഉറപ്പിച്ചിട്ട് ആ സത്വാദി ഗുണകാര്യങ്ങളായ ദേഹേന്ദ്രിയാദികളിൽ ഞാനെന്നും എന്റേതെന്നുള്ള അഭിമാനത്തെ അതൊന്നും ഇല്ലാത്തവരല്ലേ മുനികള്. ഒരു ദുരഭിമാനം, യാതൊരു വിധത്തിലുള്ള ദോഷവും അവരുടെ മനസ്സിനെ ബാധിച്ചിട്ടില്ല. ആ ദോഷങ്ങളെല്ലാം തീരെ ഉപേക്ഷിച്ചിട്ട് ശ്രീഹരിയോടുകൂടി അവര് സായുജ്യം പ്രാപിക്കുന്നു. ആ പാദാരവിന്ദത്തിലല്ലേ, ഭഗവാന്റെ പാദാരവിന്ദത്തിലല്ലേ ആ മുനിമാര് സേവിക്കുന്നത്. അത്രത്തോളം മഹാത്മ്യമുള്ള ആ ഹരിചരണാരവിന്ദത്തിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്ന ഗംഗയുടെ വൈഭവം ഊഹിക്കാൻ പോലും സാധിക്കുന്നതല്ല. ഒരു മഹാത്മാവ് പറയണ്ടായി, ഗംഗയുടെ തീരത്താണ് 10-30 വർഷം ജോലിയായിട്ട് അങ്ങനെ താമസിച്ചു. അപ്പൊ ഒന്നും ആ ഗംഗാജലത്തിന്റെ മഹാത്മ്യം ഒന്നും മനസ്സിലായിട്ട് ഒരു ദിവസം പോലും അതിൽ കുളിച്ചിട്ടില്ല. അവിടെ ഫ്ലാറ്റില് കുളിമുറിയിൽ കുളിക്കും, ഓഫീസിൽ പോകും. ഇത്ര തൊട്ടടുത്താണ്, നടക്കാനുള്ള ഇതേ ഉള്ളൂ. അതിന്റെ തീരത്താണ് താമസിച്ചിരുന്നത്. ശരിക്കും ഞാൻ തീർത്ഥങ്കര പാവിയാണ് തന്നെയായിരുന്നു. പിന്നെ അദ്ദേഹം റിട്ടയർ ആയിട്ട് ഇവിടെ ഒക്കെ വന്നു കഴിഞ്ഞിട്ട് അവിടെ പോയി തൊഴിലുണ്ടായി. അങ്ങനെ പറയണ്ടായിട്ടുണ്ട്. ആയില്ല എനിക്ക് അന്ന് ഗംഗാനദിയുടെ മഹാത്മ്യം. ശ്രുതോ ഭഗീരഥാഞ്ജജ്ഞേ തസ്യ നാഭോപരോ ഭവൽ സിന്ധുദ്വീപസ്തതസ്തസ്മാത് ആയുധായുസ്തതോ ഭവൽ. ഭഗീരഥനിൽ നിന്ന് ശ്രുതൻ യജ്ഞേ ജനിച്ചു. തസ്മാത് അദ്ദേഹത്തിൽ നിന്ന് ആയുധായുധ അഭവത് ഭവിച്ചു. അങ്ങനെ പിന്നെതാ ഭഗീരഥന്റെ ചരിത്രമൊക്കെ പറഞ്ഞു.
ഗംഗാവതരണത്തെ പറ്റിയൊക്കെ പറഞ്ഞതിന് പിന്നെ ഭഗീരഥന്റെ വംശത്തിനെ പറ്റി പറയാണ്. ഭഗീരഥനിൽ നിന്ന് ജനിച്ചതുകൊണ്ടാണല്ലോ ഗംഗയ്ക്ക് ഭാഗീരഥി എന്നൊരു പേരുണ്ട് അല്ലെ. ഭഗീരഥന്റെ പുത്രൻ ശ്രുതൻ എന്നു പേരായിട്ടുള്ള ഒരു പുത്രൻ. ആ ശ്രുതന് നാഭൻ എന്നു പേരായ ഒരു പുത്രനുണ്ടായി. ആ നാഭന്റെ പുത്രൻ സിന്ധുദ്വീപൻ. അദ്ദേഹത്തിന്റെ പുത്രൻ ആയുധായുസ് എന്ന പേരുള്ള ഒരു മകനും കൂടി ആ സിന്ധുദ്വീപന് ഉണ്ടായി. ഋതുപർണോ നളസഖോ യോ അശ്വവിദ്യാമയാന്നളാൽ ദത്വാ അക്ഷഹൃദയം ജാസ്മൈ സർവകാമസ്തുതൽ സുത. നാളസഖ, നളന്റെ സഖാവ്. നളാൽ, നളനിൽ നിന്ന് അശ്വവിദ്യാം, അശ്വവിദ്യയെ അയാത് പ്രാപിച്ചു. അസ്മൈ, അദ്ദേഹത്തിനായിക്കൊണ്ട് അക്ഷഹൃദയം, അക്ഷഹൃദയത്തെ ദത്വ കൊടുത്തിട്ട്. ആ നളചരിതത്തില് കഥകളിയിലുണ്ടല്ലോ നളൻ. ആ നളന്റെ സ്നേഹിതനാണ് ഋതുപർണൻ. ആ ഋതുപർണനാണ് വിവാഹം ചെയ്യാൻ പോണെന്നൊക്കെ പറഞ്ഞതല്ലേ ദമയന്തി. കൊണ്ടുപോണത് നളനാണല്ലോ. അപ്പോ ആ ഋതുപർണൻ എന്നുള്ള രാജാവ് ആയുധായുസിന്റെ പുത്രനാണ്. ഋതുപർണൻ അക്ഷഹൃദയ വിദ്യ നളന് ഉപദേശിച്ചു. കഥയിൽ പറയണ്ടല്ലോ. നളനിൽ നിന്ന് അശ്വഹൃദയ വിദ്യ ഋതുപർണനും അഭ്യസിച്ചു. അങ്ങനെയുള്ള ആ ഋതുപർണന്റെ പുത്രനാണ് സർവകാമൻ. തതസുദാസത്തൽപുത്രോ മദയന്തീപതിർനൃപ ആഹുർമിത്രസഹം യം വൈ കൽമാഷാംഘ്രിമുദക്കുജിൽ വസിഷ്ഠചാവാൽ രക്ഷോഭൂത് അനവത്യ സ്വകർമ്മണ. തഥാ അദ്ദേഹത്തിൽ നിന്ന് മദയന്തീപതി, മദയന്തിയുടെ ഭർത്താവ്, അനപത്യ സന്താനമില്ലാത്തവൻ, സ്വകർമ്മണ തന്റെ കർമ്മത്താൽ, സർവകാമന് സുദാസൻ എന്നൊരു പുത്രൻ ഉണ്ടായി. ആ സുദാസന്റെ പുത്രൻ സൗദാസൻ. ഹേ രാജൻ, മദയന്തിയുടെ ഭർത്താവായ അദ്ദേഹത്തെ മിത്രസഹനെന്നും കൽമാഷപാതനെന്നും പറയുന്നുണ്ട്. രണ്ടുപേര് പറയുന്നുണ്ട് അദ്ദേഹത്തിന്. തന്റെ കർമ്മദോഷം കൊണ്ട് പുത്രനില്ലാതെ ഭവിച്ച ആ രാജാവ് വസിഷ്ഠന്റെ ശാപനിമിത്തം രക്ഷസായിട്ട് ഭവിച്ചു. അപ്പൊ മഹാരാജാവ് ചോദിക്കുകയാണ്, പരീക്ഷിത് മഹാരാജാവ്, ഇത് എങ്ങനെയാണത്, അതിന്റെ കഥ എന്ന് പറയോ എന്ന് ചോദിക്കുകയാണ്. എന്താ കാരണം ശാപത്തിന്? രാജോവാച കിം നിമിത്തോ ഗുരോ ശാപ സൗദാസസ്യ മഹാത്മന ഏതദ്വേദിതുമിച്ഛാമ കഥ്യതാം നരഹോ യതി. കിം നിമിത്ത, ഏതു കാരണത്തോടു കൂടിയത്, നരഹ യതി രഹസ്യമല്ലെങ്കിൽ, വേദിതും അറിവാൻ ഇച്ഛാമ ആഗ്രഹിക്കുന്നു. രാജാവ് ചോദിച്ചു, ഈ മഹാത്മാവായ സൗദാസിന് ഗുരുവിന്റെ ശാപത്തിന് എന്താ കാരണം? അത് പറയാൻ പറ്റുന്നതാണെങ്കിൽ, ഗോപ്യൊന്നുമല്ല വെച്ചാൽ രഹസ്യമായിട്ടുള്ളതാണ്, ആരോടും പറയരുത് എന്ന് വെച്ചാൽ പറയണ്ട, അല്ലെങ്കിൽ ആ സംഗതി ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു തരണേ, ഞങ്ങളത് കേൾക്കാൻ ആഗ്രഹിക്കണു എന്ന് മഹാരാജാവ് പറഞ്ഞു. അപ്പൊ അതിന് മറുപടി പറയണു ശ്രീ ശുഖബ്രഹ്മർഷി. അത് നമുക്ക് അടുത്ത ദിവസം കേൾക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.